രേഷ്മയെ ഇപ്പം വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൊടുക്കാമെന്നുള്ളൊരു രീതിയാണ് ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഈ ജെൻസി കിഡ്സിന്റെ ഒരു പ്രത്യേകതയാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. നമ്മൾ ജെൻസി അല്ല, ഇപ്പൊ കണ്ടുവരുന്ന അങ്ങനെ ഒരു രീതിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ സംഭവിച്ച ഒരു കാര്യമാണ്. 13 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഇന്നലെ വന്ന വാർത്തയാണ്. ഇന്ന് തെളിയുന്നു പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. പുള്ളിക്കാരി പറഞ്ഞ കഥയാണ് ഗംഭീരം. 10 പേര് 10 സ്ഥലങ്ങളിലായി വെച്ച് പുള്ളിക്കാരിയെ പീഡിപ്പിച്ചു എന്ന്. ഇതെല്ലാം കേസൊക്കെ അന്വേഷിച്ച് വന്നപ്പോഴാണ് അറിയുന്നത് അങ്ങനൊരു സംഭവമേ ഇല്ല, അതൊരു കുക്ക്ഡ് സ്റ്റോറിയാണ്. പുള്ളിക്കാരിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു, അത് നിരസിച്ചപ്പോൾ പുള്ളിക്കാരി മെനഞ്ഞെടുത്തൊരു കഥയാണെന്ന്. എന്തായാലും ഇന്ന് അത് തെളിയിക്കപ്പെട്ടു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സത്യം എന്താണെന്ന്, സത്യമേതാ കള്ളമേതാ എന്നുള്ളത് അറിയാൻ പറ്റാത്തൊരവസ്ഥയായി മാറിയിരിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു പ്രണയനൈരാശ്യത്തിന്റെ പേരിൽ തന്നെ അല്ലെങ്കിൽ താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് 10 പേർക്കെതിരെ കേസ് കൊടുക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു ധൈര്യം എന്ന് പറയുന്നത് സമ്മതിക്കണം. കാരണം ഒരു 13 വയസ്സുകാരിയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം എത്തി നിൽക്കുന്നു അവരുടെ ആ ഒരു അതിനെപ്പറ്റിയുള്ള ചിന്തകൾ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ. സാധാരണ ആ ടൈമിലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത് പഠനം, അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് ഒത്ത് ഇരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അവർക്ക് എന്താണോ അവർക്കൊരു സ്കില്ലുള്ള അത്തരം കാര്യങ്ങളിലേക്ക് പോവുക എന്നതൊക്കെയാണ് സർവ്വസാധാരണമായിട്ട് ഉണ്ടായി വരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ജെൻസി കിഡ് എന്ന് അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവർക്കും പല കാര്യങ്ങളും അറിയുകയും, അല്ലെങ്കിൽ പല കാര്യങ്ങളിലേക്ക് ഈ പ്രായത്തിൽ കവിഞ്ഞ തീരുമാനങ്ങളും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഈ ലഹരി ഉപയോഗിക്കുന്നതും അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്, 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ പോലും അതിലുണ്ട് എന്ന് പറയുമ്പോൾ അത് തീർത്തും അത്ഭുതപ്പെടുത്താനൊന്നുമില്ല. കാരണം ആ ഒരു കാലഘട്ടം അനുസരിച്ച് ആ കുട്ടികൾ അങ്ങനെ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ നമുക്കറിയാൻ കഴിയുന്നത്, ഒരു പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടി 10 പേർക്കെതിരെ കേസ് കൊടുക്കുക, തന്നെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചെന്ന് പറയുക എന്ന് പറയുന്നത് തീർത്തും അത് എത്രത്തോളം ഒരു ഉണ്ടാക്കിയ സ്റ്റോറിയാണ്. ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ഒരു 13 വയസ്സുകാരിക്ക് അങ്ങനെ 10 പേർക്കെതിരെ കേസ് കൊടുക്കുക, തന്നെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചെന്ന് പറയാൻ കഴിയുക എന്ന് പറയുന്നത് എത്രത്തോളം വൈദൂര്യം അതിലുണ്ട് എന്നുള്ളതാണ്. കാരണം മറ്റാരെങ്കിലും ഇതിന് സഹായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കൂട്ടുകാരികളോ മറ്റാരെങ്കിലും ഇതിന് പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നതൊക്കെ നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിരപരാധികളായ 10 വിദ്യാർത്ഥികളാണ് ഇവിടെ, 6 വിദ്യാർത്ഥികളാണ് അതിൽ. അപ്പോൾ നിരപരാധികളായിട്ടുള്ള ആളുകൾക്കെതിരെ ഇത്തരം അലിഗേഷൻ നടത്തുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നത്തിന് വഴിവെക്കും. എനിക്ക് തോന്നുന്നു പല ആളുകളും ജയിലിനുള്ളിൽ കടക്കാൻ ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. ഈ പറയുന്നത് പോലെ തന്നെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവര് കേസെടുക്കുകയാണ്. കേസെടുത്ത് പിന്നീട് ആ ഒരു കേസെടുത്തതിന് ശേഷം അന്വേഷണമൊക്കെ നടത്തിയ ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞ് അവസാനം ഇതിന്റെ കേസ് അന്വേഷിച്ച് വരുമ്പോൾ ഇതിന്റെ തെളിവൊന്നും തന്നെ കിട്ടുന്നില്ല. അവസാനം കുട്ടി മൊഴിമാറ്റി പറയുന്നു ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്നു. ഇവിടെ അഞ്ജന ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരം വിവേകമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ മറു സൈഡിന് ഈ പ്രതികൾക്കൊരു ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്കൊരു കുടുംബമുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഒരു ജീവിതമുണ്ട്. ഈ ജീവിതത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഈ ഇരകൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ 2 ഫാമിലിയാണ് ഇൻവോൾവ് ആവുന്നത്. ഒന്ന്, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അറിയുന്ന പോലും ഇല്ല ഇങ്ങനൊരു കാര്യം. അവർ ചോദിക്കുമ്പോൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു, അവരാകെ പേടിക്കുന്നു, അവര് കേസ് കൊടുക്കുന്നു, ലീഗലി മുന്നോട്ട് പോകുന്നു. അവസാനം ഇത് കള്ളത്തരമാണ് എന്നറിയുമ്പോൾ ആ ഫാമിലി അവസ്ഥയൊന്നും ആലോചിച്ചു. അവര് ഒരു സ്വപ്ന ലോകത്തങ്ങാണ് നടക്കുന്ന പോലെ, ഒരു ഡ്രീം വേൾഡിൽ നടക്കുന്ന പോലെ. അതെ അതെ. കാര്യം അവർക്ക് അതിനെ പറ്റിയുള്ള ഒരു കൂടുതൽ അറിവില്ല. അതിന്റെ എത്രത്തോളം അത് എഫക്ട് ചെയ്യുമെന്ന് അറിയില്ല. കാര്യം ഇതിനു ശേഷം പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിന്റെ പ്രതികൾക്ക്, അല്ലെങ്കിൽ പ്രതികളെന്ന് പറയുന്ന അവരാ കുട്ടി പറയുന്ന ആൾക്കാർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും ആ കുട്ടി ചിന്തിക്കുന്നില്ല. കുട്ടിക്ക് എങ്ങനെയെങ്കിലും അവരെ കീഴ്പ്പെടുത്തുക, അത് ആ ഒരു മൈൻഡിൽ തന്നെ അങ്ങനെ ഒരു തോട്ടായിരിക്കുമല്ലോ അല്ലെ, ആ ഒരു ചിന്തയിലായിരിക്കുമല്ലോ. അത്ര ഈ വൈരാഗ്യവും എന്തായാലും മനസ്സിലൊരു വല്ലാത്ത. ഇത്തരം കുട്ടികൾക്ക് നന്നായിട്ട് തന്നെ കൗൺസിലിംഗ് കൊടുക്കണം.
തീർച്ചയായും അത് ഇങ്ങനെ സ്കൂളുകളിൽ എന്തെങ്കിലും ചെറിയ, അതായത് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ പോലും. പ്രണയം ഉണ്ടാകാം, അത് സ്വാഭാവികമാണ്. പക്ഷെ അല്ലെങ്കിൽ പ്രണയം ഉണ്ടായിക്കൊണ്ട് മറ്റൊരാളെ ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ അല്ലെങ്കിൽ ഇത്തരം അലിഗേഷൻസ് നടത്തുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒന്നി അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കണം, എന്താണ് എന്ന് അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ ശ്രമിക്കണം. ഒരുപക്ഷെ രക്ഷകർത്താക്കൾക്ക് അതിനെ മൊത്തത്തിൽ അങ്ങോട്ടേക്ക് മാറ്റാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കൗൺസിലേഴ്സിനെ അറിയിക്കുക, അവരുമായിട്ട് സംസാരിക്കുക, പിന്നീട് ആ കുട്ടിയെ അങ്ങനെ ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പക്ഷേ ജയിലിനുള്ളിൽ ഈ ഒരു അലിഗേഷൻ കൊണ്ട് കടക്കുന്ന ആളുകളും കാണും. അഞ്ജലിക്ക് അറിയാതിരിക്കാം, ഇതിനു മുമ്പ് രാഹുൽ ഈശ്വർ ഇതിനെ പറ്റി പറഞ്ഞ ഒരു യുവാവിന്റെ പേര് വരെ കൊണ്ടുവന്ന അവസ്ഥ നമുക്കറിയാം. കാരണം ഒരു പ്രശ്നമില്ല, വിവാഹം കഴിഞ്ഞിട്ട് വധുവിന് പ്രശ്നമില്ല, വരന് പ്രശ്നമില്ല, അവര് പ്രായപൂർത്തിയാണ്, പക്ഷെ അവരെ പോക്സോ കേസ് ചുമത്തി അകത്താക്കി. അങ്ങനെ ജീവിതങ്ങൾ ഒരുപാട് അഴിക്കുള്ളിൽ പോയവരുണ്ട്. അതായത് നിരപരാധിയായിട്ടുള്ളവർ. ഈ നിരപരാധിയല്ല, കുറ്റം ചെയ്തവരാണെങ്കിൽ അവർ തീർത്തും ശിക്ഷിക്കപ്പെടുക തന്നെ. അപ്പം ഈ ഒരു അലിഗേഷൻ എന്ന് പറയുന്നത്, ഇങ്ങനത്തെ അലിഗേഷൻ വരുമ്പോഴത്തേക്കും പോലീസ് കറക്റ്റ് അന്വേഷണം നടത്തി തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരുന്നത് വലിയ ഒരു മുന്നേറ്റം കൂടിയാണ്. കാരണം നിരപരാധികൾ അവിടെ അവർക്ക് ആ ഒരു നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുന്നത്, അവരുടെ മേലുള്ള അലിഗേഷൻസ് ഒക്കെ മാറ്റാൻ കഴിയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അതല്ലാത്ത പക്ഷം ഇത്തരം അലിഗേഷൻസ് ഒക്കെ നടത്തി ഫാമിലി നാണം കെട്ടു, അവരുടെ ജീവിതം പോയി, അങ്ങനെയൊക്കെ കാര്യങ്ങളാണെങ്കിൽ ഈ കുട്ടികളൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ പീഡനം അല്ലെങ്കിൽ പോക്സോ ഇതൊക്കെ ഒരു ടൂളായി മാറി, ഒരു വെപ്പണായി മാറിയിരിക്കുകയാണ്. ശരിക്കുള്ള ഇരകൾക്ക് അല്ലെങ്കിൽ അവർക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇത്തരം ആളുകൾ അതിനെ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെ പറയാം അല്ലെ. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പൊ മുന്നോട്ട് പോയി. ഇപ്പം നമുക്കറിയാം, നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട്, ഇപ്പം നമ്മൾ സ്ത്രീകളാണ്, അപ്പം നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുമാത്രം ഇപ്പം നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ചുറ്റുപാട് നടക്കുന്നുണ്ട് എന്നുള്ളതല്ലേ നമ്മൾ മുന്നിൽ കാണുന്നത്. ഇവിടെ ഇപ്പം ഈ പീഡനം അല്ലെങ്കിൽ ലൈംഗിക ചൂഷണങ്ങളൊക്കെ ഒരു ദിവസം സ്ത്രീ അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ കുട്ടികളിലേക്ക് വരുമ്പോഴാണ് പറയുന്നത്, കുട്ടികൾ എടുത്ത് ചാടി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ എന്തുകൊണ്ട് ഈ ചൂഷണം പറയുന്നു, ലൈംഗിക അതിക്രമം അതിൽ സത്യമുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ഈ പത്തനംതിട്ടയിലെ കുട്ടി അല്ലെങ്കിൽ ഒരു സ്വാർത്ഥ കാര്യം, അല്ലെങ്കിൽ എനിക്ക് അയാളെ ഇഷ്ടമാണ്, അയാളെ നേടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു തോന്നൽ അതെങ്ങനെ കിട്ടി എന്നുള്ളതാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ആളെ കല്യാണം കഴിക്കാൻ, എന്നെ പ്രേമിക്കും എന്ന് ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ പറയുകയാണ്, അല്ലെങ്കിൽ അയാളുടെ ഫ്രണ്ട്സിനോട് പറയുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികം. പക്ഷെ 10 പേർക്കെതിരെ ഒരു ലൈംഗിക ആരോപണം നടത്തുക എന്ന്, അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളപ്പരാതി കൊടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന്, ഇതിന്റെ പിന്നിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്, ഈ 13 വയസ്സുള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ ഈ ഒരു കാര്യം ചിന്തിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇപ്പോഴും ഇതിനെപ്പറ്റി യാതൊരുവിധ ബോധവുമില്ല. അതെ, ആ ഒരു കാര്യം കൊണ്ട് എന്തെങ്കിലും സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അലിഗേഷൻ നടത്തുകയാണ്. പക്ഷേ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടികള് ഈ വശത്ത് പരാതി പറയുമ്പോൾ തന്നെ മറുവശത്ത് ശരിക്കും ഇതിന്റെ ഇരകൾ കാണും. അപ്പോൾ ഇവർക്കൊരു ഭയം കാണും, ഈ കുട്ടി ഇത് തെളിയിച്ചപ്പോൾ അത് തെളിവുകളൊന്നും കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് ഒന്നും തന്നെ നടന്നില്ല, ഇനി ഞാൻ എങ്ങനെ പറയും എന്നുള്ള തോട്ടൊക്കെ വരാം. അവർക്ക് കുഞ്ഞു മനസ്സാണ്, എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇവര് ഈ കേസ് കൊടുത്ത് ഇങ്ങനെ തെളിവൊന്നും ഇല്ല, അവര് വെറുതെ പോയെന്ന് പറയുമ്പോൾ മറ്റ് ഒരു യഥാർത്ഥ ഇരയെന്ന് പറയുന്ന കുട്ടി, ആ കുട്ടിയുടെ ഒരു പക്വത അനുസരിച്ച് ആ കുട്ടി ചിന്തിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. അവർക്ക് അതൊന്നും ചിന്തിക്കാനുള്ള ബോധമില്ലല്ലോ. അപ്പോൾ ആ കുട്ടി പീഡിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ ചൂഷണത്തിന് ഇരയാവുകയോ ചെയ്യുകയാണെങ്കിൽ പരാതി പറഞ്ഞ് മുന്നോട്ട് വരാനുള്ള ധൈര്യം ഇല്ലാതാവുക. ഓൾറെഡി അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്, ഇനിയും അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഈ കുട്ടി കാണിച്ചൊരു സംഭവം ഇതിന് നാളെ എത്ര പേര് മാതൃകയാക്കി കൂടാ എന്നില്ല അല്ലെ. തീർച്ചയായിട്ടും നമുക്ക് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇത്തരം വാർത്തകൾ കേട്ടിട്ട് എന്തിനാ പറയുന്നത്, ദൃശ്യം മോഡൽ കൊലപാതകം ഇവിടെ നടത്താതിരിക്കില്ലേ, അതേപോലെ തന്നെ ആളുകൾ അതിനെ നോക്കി കണ്ടുകൊണ്ട് പോകും. ചിലവർ ഇതിനെ കാര്യമായിട്ട് എടുക്കും, എന്നാൽ മറ്റു ചിലവർ ഇതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് എടുക്കും. പക്ഷെ ഇത് ഇത്തരം കാര്യങ്ങൾ വളരെ സെൻസോട് കൂടി എടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത്തരം അലിഗേഷൻസ് വരാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫാമിലി അത് അഫക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്.